ഭയം, ഭക്തി, ബഹുമാനം. പപ്പ ദിലീപിൻ്റെ ഏറ്റവും പുതിയ സിനിമ. നമ്മളെല്ലാവരും വളരെ കാലമായി ആകാംക്ഷയായി കാത്തിരുന്ന ഒരു ചിത്രമാണ് പപ്പ. നൂറിൻ ഷെരീഫും അവരുടെ ഭർത്താവായ സാഹിർ ഷെരീഫുമാണ് ഇതിൻ്റെ കഥ തിരക്കഥ എഴുതിയിരിക്കുന്നത്. ധനഞ്ജയ് ശങ്കർ എന്ന ഒരു പുതുമുഖമാണ് ഇതിൻ്റെ സംവിധായകൻ. ഒട്ടുമുക്കാൽ മലയാള നടന്മാരും ഈ ചിത്രത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. നമ്മുടെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ, ദിലീപ്, ഗോകുലം ഗോപാലൻ, അങ്ങനെ പലരുമുണ്ട്. അശോകനുണ്ട്, വിനീത് ശ്രീനിവാസനുണ്ട്, ധ്യാൻ ശ്രീനിവാസനുണ്ട്. എല്ലാവരും കൂടി നല്ലൊരു കണ്ണിന് വിരുന്നാണ് ഒരുക്കിയിരിക്കുന്നത്. ഒരു ശകലം പോലും ബോറടിയില്ല. യാതൊരു മുഷിച്ചിലില്ലാതെ പടം മുഴുനീളെ കണ്ടിരിക്കാം ഒറ്റ ഇരിപ്പിന്. നല്ല കളർഫുള്ളായ രീതിയിലാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. കുറ്റം പറയാനൊന്നുമില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ജയിലറൊക്കെ കണ്ട ആ ഒരു രീതിയിലാണ് കണ്ടത് കേട്ടോ. എനിക്കൊരു ശകലം പോലും ബോറടി ഉണ്ടായില്ല. ഞാനും ഫാമിലി എല്ലാവരും കൂടെയാണ് പോയത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നിറച്ച ജനങ്ങൾ ഏറ്റുനിന്ന് കൈയടിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പിന്നെ ഇത്രയും പ്രായമായി അങ്ങനെ ഏറ്റിരിക്കുന്നു പറഞ്ഞാൽ ഏറ്റുന്നൊന്നുമില്ല. എന്നാലും പടം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ ഗോപിസുന്ദരം മ്യൂസിക് ആവറേജാണ്. കുറേ വെസ്റ്റേണൊക്കെ കൂട്ടിക്കലർത്തി പുള്ളി അങ്ങനെ അത് ഭംഗിയായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഗോകുലം ഗോപാലൻ, അദ്ദേഹം മോഹൻലാലുമായി എഴുതിച്ചേർന്ന് കുറേ സീനുകളുണ്ട്. മോഹൻലാൽ ഒത്തിരി കാലം കൂടിയാണ് ലാലേട്ടൻ്റെ ഇതുപോലെ വ്യത്യസ്തമായ ഒരു കഥാപാത്രത്തെ കാണുന്നത്. അതുപോലെ ദിലീപ് തകർപ്പൻ അഭിനയം തന്നെയാണ്. കേസിനൊക്കെ ശേഷം ആളാകപ്പാടെ മാറിയിട്ടുണ്ട്. വളരെ പക്വത വന്ന ഒരു അഭിനയമാണ്. എല്ലാ ആൾക്കാരും തന്നെ ഇതിനകത്തൊരു പ്രാന്തൻ കഥാപാത്രങ്ങളാണ് കേട്ടോ. പിന്നെ ഈ ജയിലറിനകത്തൊക്കെ ഉള്ളവർ തന്നെ ഒരുപാട് വാഹനങ്ങളുടെ അകമ്പടിയോടെയുള്ള യാത്രയും ബോംബും വെടി പടക്കം എന്നിവയെല്ലാം ഉണ്ട് ഈ പടത്തിൽ. മൊത്തത്തിൽ നമുക്ക് യാതൊരു ബോറടിയും ഇല്ലാതെ 2 മണിക്കൂർ 40 മിനിറ്റാണ് സിനിമ. ഒട്ടും മുഷിച്ചില്ല, യാതൊരു മുഷിച്ചിലില്ലാതെ കാണാവുന്ന ഒരു സിനിമയാണിത്. തിയേറ്ററിൽ അധികമായ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എന്നാലും ഫുൾ സീറ്റ് ഏകദേശം ഫുള്ള് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പുറമെ ലേഡീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പെണ്ണുങ്ങളെല്ലാവരും ഈ പടത്തിനെതിരായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും പടം റിലീസായപ്പം ഇഷ്ടംപോലെ പെണ്ണുങ്ങളൊക്കെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ആരും ഒരു മോശം അഭിപ്രായം പറയില്ല. എല്ലാവരും വളരെ ആഘോഷമായിട്ടാണ് കണ്ടത്. ഒരഴിഞ്ഞാട്ടം തന്നെയാണ്. തിയേറ്റർ പൂരപ്പുറമാക്കി മാറ്റിക്കൊണ്ടുള്ള ഒരു ചിത്രമാണിത്. വളരെ രസകരമെന്ന് പറയാൻ വളരെ രസകരമാണ്. പിന്നെ ഇതിനകത്ത് വലിയ ലോജിക്കൊന്നും ആരും കാണാൻ പോകില്ല. യാതൊരു ലോജിക്കും ഇല്ല. തരിമ്പും വിശ്വാസയോഗ്യമായ കഥയല്ല. പിന്നെ ബൈജു ഒരു കേന്ദ്ര കഥാപാത്രമാണ്. പുള്ളിയുടെ റോള് പുള്ളി വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ധ്യാൻ ശ്രീനിവാസനും നന്നായി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിനീത് ശ്രീനിവാസൻ ഒട്ടും കുറ്റം പറയാനില്ല. പിന്നെ കുറേ ഈ കുട്ടികളാണ് വിജയ് ഫാൻസായിട്ട് വരുന്നത്. കുറേ ഓളം സൃഷ്ടിക്കുന്നുണ്ട് ഈ കുട്ടികളുടെ സംഭാഷണങ്ങളും അങ്ങനെയുള്ള കുറേ ഇതുണ്ട്. പിന്നെ മോഹൻലാൽ വന്നു കഴിഞ്ഞതിന് ശേഷം ഒരുപാട് കാറുകളൊക്കെ ദിലീപിൻ്റെ പഴയ സിനിമയിൽ കുറേ വാഹനങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഏതോ മരുഭൂമിയിൽ വെച്ചാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടാകുന്നത്. തമിഴ്നാട്ടിലുള്ള ഏതോ ഒരു വിജനമായ സ്ഥലമാണെന്ന് തോന്നുന്നു. ഭയങ്കര വെടിയും പടക്കവും അടിയും എന്ന് വേണ്ട, മൊത്തത്തിൽ നമുക്ക് ഈ പടം വളരെ എൻ്റർടൈൻമെൻറ്റായിട്ട് കാണാം. നല്ല സിനിമയാണ്. എൻ്റെ കൂടെ വന്ന കുട്ടികളൊക്കെ ഏറ്റവും കൈയടിക്കായിരുന്നു. എനിക്കും തോന്നി ഏറ്റവും കൈയടിക്കണമെന്നൊക്കെ. എല്ലാ ആൾക്കാരും നല്ല രസകരമായിട്ടാണ് കണ്ടത്. ഞാൻ പുറത്തിറങ്ങി വന്ന് പലരോടും ചോദിച്ചു സിനിമയെക്കുറിച്ച് എന്ത് പറയുന്നു. ഇത്രയും ദിവസം ദിലീപിനെ വിമർശിച്ചുകൊണ്ടിരുന്നവർ പലരും ആ കൂടെ കാണുമായിരിക്കാം. പക്ഷേ ആരും തന്നെ മോശം അഭിപ്രായം പറഞ്ഞില്ല. എല്ലാവരും പറഞ്ഞു ഒത്തിരി കാലം കൂടിയാണ് ദിലീപേട്ടന് നല്ലൊരു സിനിമ കാണുന്നത് എന്നൊക്കെയുള്ള രീതിയിലാണ് പറഞ്ഞത്. നമ്മുടെ കൊച്ചി രാജാവിൻ്റെയൊക്കെ ഒരു രീതി വരുന്നുണ്ട് ചില സമയത്തൊക്കെ. CID മൂസയുടെ ഇത് വരുന്നുണ്ട്. എന്തായാലും ദിലീപ് ഇതിനകത്ത് തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. സിദ്ധാർത്ഥ ഭരതനുണ്ട്. പിന്നെ എനിക്കറിയാൻ മേലാത്ത കുറേ നടിനടന്മാർ വേറെ ഉണ്ട് കേട്ടോ. എല്ലാവരുടെയും റോളുകൾ അവരവർ വളരെ ഭംഗിയാവണ്ണം ചെയ്തിട്ടുണ്ട്. ആക്ഷൻ നല്ല തകർപ്പനടിയുണ്ട്. പിന്നെ കൂടുതൽ വിവരിക്കാനൊന്നുമില്ല. ഈ സിനിമ നമ്മൾ OTTയിൽ നിന്നും കണ്ടാൽ യാതൊരു ഫലം ഉണ്ടാകില്ല. തിയേറ്ററിൽ തന്നെ പോയി കാണണം, അതായിരിക്കും അതിൻ്റെ ഭംഗി. ഞാൻ ആദ്യത്തെ ഷോ തന്നെ പോയി കണ്ടു. നന്നായി തിരക്കുണ്ടായിരുന്നു. എന്നാ തിരക്കുണ്ടായാലും ഈ ആൾക്കാരുടെ കയ്യടിയും കൂവലും ഒക്കെ കാരണം ശരിക്കും സംഭാഷണമൊന്നും മനസ്സിലായില്ല കേട്ടോ.
അതുപോലെ കയ്യടിയും കൂലുമായിരുന്നു. ഒരുപാട് സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഇവരെല്ലാം ശരിക്കും അർമാദിക്കുകയായിരുന്നു തിയേറ്ററിൽ നിന്ന്, അടിച്ച് തകർക്കുകയായിരുന്നു. പക്ഷേ നൂറിൻ ഷെരീഫ് ഈ പടത്തിൽ കുറേ സമയം അഭിനയിക്കുന്നുണ്ട്. ഒരു പ്രസക്തമായ ഒരു റോളിലാണ്. അവരുടെ ഭർത്താവ് അദ്ദേഹം അഭിനയിക്കുന്നുണ്ട്. അദ്ദേഹവും കുഴപ്പമില്ലാത്ത റോളിൽ തന്നെയാണ് അഭിനയിക്കുന്നത്. പിന്നെ സിദ്ധാർത്ഥ ഭരതൻ ഉണ്ട്. പിന്നെ മറ്റ് സ്ത്രീ കഥാപാത്രങ്ങളായി വരുന്ന തമിഴിലെ ഒരു ശരണ്യ ഉണ്ടല്ലോ, അവരാണ് ഒരു സ്ത്രീ കഥാപാത്രമായി വരുന്നത്. പിന്നെ വിജയെക്കുറിച്ചൊക്കെ ഒരുപാട് സമയത്ത് പറയുന്നുണ്ട്. വിജയണ്ണൻ നമ്മുടെ ആളാണ്, നമ്മൾ വിജയണ്ണൻ്റെ ഫാൻസാണ് എന്നെല്ലാം ഒരുപാട് പറയുന്നുണ്ട്. വിജയ്ക്കൊരു പ്രത്യേക താങ്ക്സൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. എസ് ജെ സൂര്യയ്ക്കൊരു താങ്ക്സ് കാണിക്കുന്നുണ്ട്. പിന്നെ ഗോകുലം ഗോപാലിന് താങ്ക്സ് ഉണ്ട്. ഗോകുലം ഗോപാലിനും മോഹൻലാലും നല്ല ഭംഗിയായിട്ട് അടിച്ചിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം സ്വന്തമായി കാശ് മുടക്കിയ ഇറക്കിയ പടത്തിൽ പുള്ളി അഭിനയിച്ചില്ല, പിന്നെ എവിടെയാണ് പുള്ളിക്ക് അഭിനയിക്കാനൊരു സാധ്യത ഉണ്ടാകുന്നത്? അങ്ങേര് പ്രായം മറന്ന് ചെയ്തിട്ടുണ്ട്. ഇത്തിരി പ്രായമുള്ള ആളാണല്ലോ, ഒരു പ്രായത്തിൻ്റെ ഒരു ഗെറ്റപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് കഥാപാത്രത്തിന്. പുള്ളി ഒരു ക്ഷീണമോ ബുദ്ധിമുട്ടോ ഒന്നും കാണിക്കാതെ നന്നായിട്ട് അഭിനയിച്ചിട്ട് കിട്ടിയ റോള്. പിന്നെ എടുത്തു പറയത്തക്കതായിട്ട് പിന്നെ ആരാ? അശോകൻ പൊതുവേ വലിയ കുഴപ്പമില്ല. പിന്നെ ധ്യാനും കുഴപ്പമില്ല, നല്ല റോളാണ് ധ്യാനിൻ്റെ. പിന്നെ വിനീത് ശ്രീനിവാസൻ. ഒരു രാഷ്ട്രീയ പശ്ചാത്തലമാണ് മൊത്തത്തിൽ കഥ കൊണ്ടുവന്നത്. കേരളീയ രാഷ്ട്രീയത്തിലെ ഓരോ പ്രതിസന്ധികളും ഒക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. കഥ ഞാൻ കുറേ പറയാൻ പോയി കഴിഞ്ഞാൽ ഓയിലറായി പോകും. അതുകൊണ്ട് ഞാൻ കഥയെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. നിങ്ങൾ തന്നെ പോയി കണ്ടു നോക്ക്, കണ്ടു വിലയിരുത്ത്. ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരാം, നമ്മൾ മുടക്കുന്ന പൈസ ഒരിക്കലും നഷ്ടം വരത്തില്ല. കുട്ടികളുമായി പോയി കാണാൻ പറ്റിയ സിനിമ. യാതൊരു അനാവശ്യ രംഗങ്ങളും ഇല്ല, യാതൊരു മോശമായ ഒരു ഭാഗവുമില്ല. എല്ലാവരെയും കൊണ്ടുപോയി ധൈര്യമായിട്ട് കാണിക്കാവുന്ന ഒരു ചിത്രമാണ്. ഏതായാലും ഞാൻ ഈ പടത്തിന് എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ ഈ കൊച്ചു വീഡിയോ ഇവിടെ നിർത്തുകയാണ്. എല്ലാവരും എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ.